ഇയാൾ രാജിവെക്കണമെന്നാണ് രണ്ടെണ്ണത്തിന്. ഇതാണ് ഒരു മുഖ്യമന്ത്രി. ഇവനൊക്കെ എന്ത് അതിനാണല്ലോ ഇപ്പം പിണറായി കേന്ദ്രത്തിൽ പോയത് കാണാൻ. അറസ്റ്റിലാവുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇതിന് മുമ്പ് ഒരുപാട് കേസുകൾ അവർക്കെതിരെ വന്നതാണ്. ഒന്നും നടന്നില്ലല്ലോ. ഇല്ല ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് ആൻറ്റി? അതുള്ളതല്ലാത്തുണ്ട്. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാലെന്തോ, അവർക്ക് രാഷ്ട്രീയത്തിനകത്ത് പിൻബലം ഉണ്ടായതുകൊണ്ട് അവരൊക്കെ നിമിഷ നേരം കൊണ്ട് അവരിറങ്ങിപ്പോകും. സാധാരണപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവിടെ കിടക്കും. അനാവശ്യമായ ഒരു വിവാദമാണെന്നാണ് എൻ്റെ അഭിപ്രായം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ശിക്ഷ അനുഭവിക്കണമെന്നുള്ളതാണ്. നമസ്കാരം. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത് SFIO കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. വീണ വിജയനെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പിണറായി വിജയൻ ഉടൻ രാജിവെക്കുമെന്നുമാണ് പുറത്തുവരുന്ന സൂചനകൾ. നമുക്ക് ജനങ്ങളോട് തന്നെ ഇതേപ്പറ്റി ചോദിക്കാം. സാധ്യമുണ്ടാണ് എനിക്ക് തോന്നുന്നത്. തെറ്റ് ചെയ്താൽ പിന്നെ എന്തായാലും ശിക്ഷിക്കപ്പെടുമല്ലോ, അതിന് വിഷയമൊന്നുമില്ല. ആരായാലും അറസ്റ്റിലാവുമെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഇതിന് മുമ്പ് ഒരുപാട് കേസുകൾ അവർക്കെതിരെ വന്നതാണ്. ഒന്നും നടന്നില്ലല്ലോ. അതിനാണല്ലോ ഇപ്പം പിണറായി കേന്ദ്രത്തിൽ പോയത് കാണാൻ. അതൊന്നും നടക്കാത്ത കേസ്. പിണറായി ഇരിക്കും കാലം നടക്കുന്ന കേസൊന്നുമല്ല. മോക്ക് സംരക്ഷണം തന്നെ. ഇല്ല ഒരിക്കലും ഇല്ല. എന്തുകൊണ്ടാണ് ആൻറ്റി? അതുള്ളതല്ലാത്തുണ്ട്. മകൾക്കെതിരെ ഇത്രയും ഒരു ഗുരുതരമായ ആരോപണം ഉയരുമ്പോൾ പിണറായി വിജയനും രാജിവെക്കും. അതങ്ങനെ വെക്കാൻ പറ്റൂല. അങ്ങനെ 5 വർഷം ഭരിച്ചിട്ടേ ഇറങ്ങും. അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാലെന്തോ, അവർക്ക് രാഷ്ട്രീയത്തിനകത്ത് പിൻബലം ഉണ്ടായതുകൊണ്ട് അവരൊക്കെ നിമിഷ നേരം കൊണ്ട് അവരിറങ്ങിപ്പോകും. സാധാരണപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവിടെ കിടക്കും. അനാവശ്യമായ ഒരു വിവാദമാണെന്നാണ് എൻ്റെ അഭിപ്രായം. എത്ര ആൾക്കാർ മരിച്ചു ഈ പൈസ പെൻഷൻ കിട്ടാത്തത്? അത് ശരിയാണ്. ഇയാൾ രാജിവെക്കണമെന്നാണ് രണ്ടെണ്ണത്തിന്. ആ സമയത്ത് മനുഷ്യനെ ഒരു മനുഷ്യത്വം വേണം കേട്ടോ. ഇതാണ് ഒരു മുഖ്യമന്ത്രി. ഇവനൊക്കെ എന്ത് അറിയാം. ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം. അത് മുഖ്യമന്ത്രിയുടെ മോളല്ല, എൻ്റെ മകനാണെങ്കിലും മകളാണെങ്കിലും കുറ്റം ചെയ്താൽ അത് കോടതിയാണ് കണ്ടുപിടിച്ച് ശിക്ഷ കൊടുക്കുന്നത്. ചെയ്യണം. ഇത് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ടോ? ഉണ്ടാവണമല്ലോ. ഉണ്ട്, അങ്ങനെ തന്നെ പറയാം. അത്രയ്ക്കുള്ള തൊലിക്കെട്ടിയ കാട്ടാമൃഗത്തെ തൊലിക്കെട്ടിയല്ലേ. അതുകൊണ്ട് പ്രതീക്ഷിക്കേണ്ടതില്ല. ഇല്ല, അത് അയാളുടെ കഴിവ് കൊണ്ട് തന്നെ ആയിരിക്കണം. അയാൾക്ക് എല്ലാത്തിനും അടിച്ചമർത്താനുള്ളൊരു പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന് അതെ, അതുകൊണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ശിക്ഷ അനുഭവിക്കണമെന്നുള്ളതാണ്. അത് ഏത് വ്യക്തി എന്നുള്ളതല്ല, ആരായാലും നിയമത്തിന് മുമ്പിൽ എല്ലാ പേരും തുല്യരാണ്. അതായത് മകൾ കുറ്റക്കാരിയാണെങ്കിൽ മകൾ തന്നെയാണ് റെസ്പോൺസിബിൾ. കുറ്റം ചെയ്ത് ആരാണോ അവർ വേണം അത് കുറ്റം, പിന്നെ അതിൻ്റെ ഭവിഷ്യത്ത് ശിക്ഷ അനുഭവിക്കാൻ. അല്ലാതെ മകളോ മകനോ അച്ഛനോ അമ്മയോ ഒന്നുമല്ല. ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ജനങ്ങളിങ്ങനെ ഒരു ഭരണം വരുമ്പോൾ എല്ലാവരും കൂടി അദ്ദേഹത്തിനോട് വേണ്ടി അങ്ങ് അങ്ങോട്ടങ്ങ് ചായുക. അത് ഇന്നാരാന്നുള്ള പ്രശ്നമല്ല. ആ വ്യക്തിപൂജ അതാണ്. ഈ നമ്മുടെ പിള്ളേരുണ്ടല്ലോ, കോളേജിലും സ്കൂളിലൊക്കെ പോകുന്നവർ കഞ്ചാവ് വലിക്കുന്നു, ബീഡി വലിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. അത് ആരുത്തരവാദി? വീട്ടുകാരെ ഫ്രണ്ട്സ്. അവർ ഫ്രണ്ട്സാണ് അവരെ ഇങ്ങനെ ആക്കുന്നത്. അതിന് വീട്ടിലിരിക്കുന്ന പിന്നെ രക്ഷകർത്താക്കൾ അവരുടെ പിന്നെ പോകണമെന്ന് പറയുന്നത് ശരിയല്ല. എല്ലാം ഒൺമേൻ ഷോയാണ് പരിപാടി. മനസ്സിലായില്ലേ? ഒറ്റയ്ക്ക് തീരുമാനിക്കുക. പാർട്ടിയുടെ ആയാലും അത് ഒറ്റയ്ക്ക് തീരുമാനിക്കുക. അങ്ങനെ ഒരു അതെ, ആ ഒരു കൂട്ടായിട്ടുള്ള ആലോചനയും മറ്റു കാര്യമൊന്നുമില്ല. ഒരു ഇവിടെ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ഒരു ധാർഷ്ട്യ സ്വഭാവം തന്നെയാണ് അതെ. അപ്പം അത് എന്ന് പറയുമ്പോൾ ആ ഒരു സ്വഭാവം ഒരു മുഖ്യമന്ത്രിക്ക് യോജിക്കുന്ന ഒരു പദമല്ല രാഷ്ട്രീയം എന്നുള്ളത്. ജനാധിപത്യത്തിൽ നല്ലതല്ല. അദ്ദേഹത്തിന് മുമ്പ് വന്നിട്ടുള്ള ആരോപണങ്ങൾ പലരും അദ്ദേഹം തൻ്റെ അധികാരം ഉപയോഗിച്ച് എന്ത് ചെയ്തു, അതിനെല്ലാം തേച്ച് മാനിച്ച് കളയുക ചെയ്തത്. അപ്പം ഇതും അങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹം രാജിവെക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ തേച്ച് മാനിച്ച് കളയാനുള്ള സമയമേ ഉണ്ടാവുകയുള്ളൂ. അത് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ. അതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ അന്ന് ആരോപണം ഉയർന്നപ്പോൾ പാർട്ടിയിൽ ആരും സപ്പോർട്ട് ചെയ്തില്ല. പക്ഷെ ഇവിടെ വീണ വിജയന്റെ കേസ് വരുമ്പോൾ പാർട്ടി സെക്രട്ടറി അടക്കം സപ്പോർട്ട് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ് രണ്ട് നേതാക്കളുടെ മക്കൾക്ക്? അല്ല, അതിന്റെ വിഷയം ഞാൻ പറഞ്ഞത് തന്നെയാണ്. പാർട്ടിക്ക് ഒരു സ്വേച്ഛാധിപത്യ സ്വഭാവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തെ ഫേവർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പാർട്ടിക്കുള്ളിൽ പലർക്കും നിൽക്കാൻ കഴിയുള്ളൂ. എതിർത്ത് കഴിഞ്ഞാൽ പുറത്തു പോവുകയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, പാർട്ടി ഫേവർ ചെയ്യുന്നു.
അദ്ദേഹം തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും അദ്ദേഹത്തിൻ്റെ മകൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പാർട്ടി ഫേവർ ചെയ്യുന്നു. അതാണ് വിഷയം. അങ്ങനെ ഫേവർ ചെയ്യാൻ പാടില്ല. മനസ്സിലായി? സ്വന്തം മകളായാലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റാണ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ മുഖ്യമായ ഒരു ചെയറിലിരിക്കുന്ന ആൾ കാണിക്കണം. അതിന് ഉദാഹരണം ഉമ്മൻചാണ്ടി സാർ പോലെ ഉള്ള മനുഷ്യനായിരിക്കണം. നമ്മുടെ ഒരു ചെയറിലിരിക്കുമ്പോൾ അവിടെ നമ്മൾ ചെയറിൻ്റെ പവർ നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്, ഫോർ ദി പബ്ലിക്, ജനത്തിന് വേണ്ടിയിട്ടാണ്. അവിടെ അത് ഞാൻ മുഖാന്തരമോ എൻ്റെ കുടുംബം മുഖാന്തരമോ എൻ്റെ പാർട്ടി മുഖാന്തരമോ ഏതെങ്കിലും തരത്തിൽ ജനത്തിന് ദോഷം വരുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിയാണ്. അദ്ദേഹം രാജിവെക്കാൻ സന്നദ്ധമാകണം. അതാണ് ജനാധിപത്യ സ്വഭാവം. മനസ്സിലായില്ല? അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ മസിൽ പെരുക്കിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. കോടിയേരി സംഭവം എന്ന് വെച്ചാൽ അങ്ങനെ പാർട്ടി സെക്രട്ടറി ആയിരുന്നല്ലോ. പാർട്ടി സെക്രട്ടറി ആകുമ്പോൾ പിണറായിക്ക് അതൊരു ഇമേജ് കുറയും. അതുകൊണ്ടാണ് മനഃപൂർവ്വം രാജിവെപ്പിച്ചത്. അയാൾ രാജിവെച്ചാൽ അയാൾ ക്ലീൻ അല്ലേ? കോടിയേരി ക്ലീനാണ്. അയാളെ ഇങ്ങനെ ചെയ്ത് ഇന്ന് 2-3 ദിവസത്തിന് മുമ്പാണ് യൂട്യൂബ് ചാനൽ വന്നിട്ട് ലഹരി മുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് കോടിയേരി അവതരിപ്പിച്ച്. ഈ ലഹരിയിൽ ആളാണ് വന്ന് ലഹരി മുക്തത്തിൻ്റെ കാര്യം പറഞ്ഞ പിന്നെ എങ്ങനെ നന്നാവും നാട് പറഞ്ഞ? അതിൻ്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ജയിലിൽ പോയപ്പോൾ നല്ലവനായി. അത് പിണറായി വിജയനാണ് പാർട്ടി, മനസ്സിലാക്കണം. അല്ല പാർട്ടി അല്ലല്ലോ പിണറായി വിജയനാണ് പാർട്ടി. അപ്പോൾ പിണറായി വിജയൻ പറയും പോലെ കേൾക്കുള്ളൂ പാർട്ടിയിൽ ആരും. അത് കാലഘട്ടത്തിൻ്റെ വ്യത്യാസമാണ്. ഒരു 10 കൊല്ലം മുമ്പ് നടന്ന കാര്യം ഇപ്പോഴത്തെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അത് പിന്തുടരുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ വകയില്ല. കാലം മാറിക്കൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ വലിയ കുഴപ്പമില്ലെന്നുള്ള അവർ പാർട്ടിക്കാർ തോന്നിക്കാണും. അതുകൊണ്ടായിരിക്കും കാര്യമൊക്കെ നല്ലൊരു മനുഷ്യനുള്ളൊരു എല്ലാത്തിലും ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് പേര് ആൾക്കാരുടെ പറയും മോശം എന്ന് പറയും, കുറച്ച് പേര് നല്ലത്. നമുക്ക് പിന്നെ വ്യക്തിപരമായിട്ട് ആരെയും വിരോധമില്ല.